So guys, welcome back to my YouTube channel. So ഇന്ന് ഒരു ഹെൽത്തി ലൈക്ക് റുട്ടീൻ്റെ വീഡിയോ ആണ്. ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വീഡിയോ ആയിരിക്കില്ല, ചിലപ്പോൾ കുറേ ദിവസം എടുക്കും. എനിവേസ് നമ്മൾ റെസൊല്യൂഷൻ അല്ല ഇത്, ആക്ച്വലി ഞാൻ കുറച്ചധികം കാലമായിട്ട് കുറച്ചായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ്സ് ടു ബി ഹെൽത്തി. എല്ലാവരും പറയും ഗോൾഡാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, സിൽവറാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ. യെസ്, അതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനൊപ്പം തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലൈക്ക് നമ്മുടെ ഹെൽത്തും നല്ലോണം കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത്. ആൻഡ് വൺ തിങ് ദാറ്റ് ലൈക്ക് എന്തെനിക്ക് ചെയ്യാൻ പറ്റും, മേ ബി ഐ ക്യാൻ വർക്ക് ഔട്ട് ഫോർ ലൈക്ക് 2 hours അല്ലെങ്കിൽ 1 hour ഒക്കെ കണ്ടിന്യൂസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഇഷ്ടമുള്ള കുറേ ജങ്ക് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് വൺ തിങ് ദാറ്റ് ഐ കൻ നോട്ട് കൺട്രോൾ ഈസ് മൈ ലൈക്ക് അഡിക്റ്റീവ് കോഫി ഡ്രിങ്കിങ് എന്നുള്ളതാണ്. രാവിലെ എണീറ്റ് കോഫി കുടിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ആൻഡ് എനിക്ക് അതിനാണെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനിലേക്കൊന്നും പോകാൻ താല്പര്യം. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ക്യാപ്പിച്ചീനോ ഉണ്ട്. ഞാൻ ലൈക്ക് ഐ മേക്ക് ദാറ്റ് ക്യാപ്പിച്ചീനോ ഇൻ ദാറ്റ് വേ. അപ്പോൾ ഇന്നലെ ഞാൻ ഫൈനലി ടുക്ക് ദ ഡിസിഷൻ ടു ലൈക്ക് കട്ട് ദാറ്റ് കോഫി ആൻഡ് ഒരു ആൾട്ടർനേറ്റീവ് പ്രോട്ടീൻ കോഫി വാങ്ങിക്കാൻ തീരുമാനിച്ചു. ആൻഡ് ഐ കൈൻഡ് ഓഫ് ഇറ്റ്സ് ഓക്കെ. ഒരുമാതിരി ഓട്സ് പാലിൽ മധുരമൊക്കെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അതേപോലെ ഉണ്ട്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ, ബട്ട് എനിവേസ് ലൈക്ക് മാക്സിമം കാർബ്സ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. That's the one thing that I'm trying to do for a very long time, and I did start it yesterday. അത്യാവശ്യം പൈസയുണ്ട് ഈ കോഫി. ഞാൻ സാധാരണ വാങ്ങിക്കുന്ന ടിന്നിന് അതിന് 4 ഇരട്ടി പൈസയാണ് ഇതിന്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു നമുക്ക് ചെയ്യണമെന്ന്. ആൻഡ് ഓൾസോ ഞാനിന്ന് രാവിലെ കഴിച്ചത് ലൈക്ക് ബ്ലൂബെറി ആൻഡ് ഗ്രീക്ക് യോഗർട്ട് വിത്ത് നട്ട്സ് ആണ്. ദാറ്റ്സ് ടു ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണം. സോ സ്വിച്ചിങ് ടു ദിസ് ആൾട്ടർനേറ്റീവ്സ് ഇസ് കൈൻഡ് ഓഫ് വെരി ടഫ് ഫോർ മീ. അപ്പം ഇന്ന് നമുക്ക് പുറത്ത് പോകാനുണ്ട്. ഇന്നലെ ഞാൻ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ മീൽ പ്രെപ്പ് ചെയ്ത് വെച്ചു. ആൻഡ് വി ഹാവ് ടു ഗോ ടു ബൈ പനീർ. പനീർ ഈസ് മൈ ഫേവറേറ്റ്. പനീറിൽ എത്രമാത്രം പ്രോട്ടീനാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഉള്ള പ്രോട്ടീനൊക്കെ മതി. എനിക്ക് എന്താ നല്ല പനീർ കഴിക്കാൻ ഭയങ്കര ഒരു തോര വരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഓക്കെ, ക്യാരറ്റും ടൊമാറ്റോസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊമഗ്രാനൈറ്റും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബിക്കോസ് പീരീഡ്സ് ആണ് എനിക്കിപ്പോൾ. അപ്പോൾ ബ്ലഡ് പോകുമ്പോൾ കുറച്ച് ഇൻടേക്ക് വേണമല്ലോ. ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് കഴിക്കാം. പലതരത്തിലുള്ള പാലുകളുണ്ട്. ഞാൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. സോ ലാക്ടോസ് ഫ്രീ മിൽക്കും പിന്നെ തേങ്ങാവെള്ളവും അങ്ങനെ കുറേ ലൈക്ക് സോയ മിൽക്കും ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ലോങ് ടേം ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് ഇന്നലെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ യു ഗൈസ് ഉണ്ടല്ലേ ഇതൊന്നും തുടങ്ങിയിട്ടില്ല, ആദ്യം ഒരു 10 ദിവസം കണ്ടിന്യൂ എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഒരു റുട്ടീനാണല്ലോ, കാണാൻ നമുക്ക് ടൈം എടുക്കും. സോ ഇറ്റ് ടുക്ക് എ വൈൽ. എനിവേസ് സോ ദാറ്റ്സ് ഇറ്റ്. എന്തൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് പനീർ വാങ്ങണം. പനീർ വാങ്ങാൻ പോകുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്, അത് ഇന്ത്യൻ കടയാണ്. ഇന്ത്യൻ അല്ല, ശ്രീലങ്കൻ കടയാണ്. ആൻഡ് ശ്രീലങ്കൻ കടയിൽ ആ ചേച്ചി ഡസ് ഇൻ അലോ ഫോൺ ദെയർ. എന്താണ് പുള്ളിക്കാരി മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഫുൾ CCTV ഒക്കെയാണ്. നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ശ്വാസമൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ. പക്ഷേ എൻ്റെ ഭയങ്കര കാര്യമാണ്. എന്താണ് അപ്പം നമുക്ക് പോവാം. പോകുന്ന വഴി നമുക്ക് അനുചേച്ചിനെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. ബിക്കോസ് അനുചേച്ചി ടൗണിൽ ഇവിടെ ചുറ്റി കറങ്ങുന്നുണ്ട് എന്നുള്ളൊരു അലേർട്ട് എനിക്ക് വന്നിട്ടുണ്ട്. സോ ഡൈസും വാങ്ങാൻ പോയതാണ്. പക്ഷെ അവിടെ നാളത്തേക്ക് വാങ്ങാം എന്ന് ഞങ്ങൾ പ്ലാൻ മാറ്റി. ഞാൻ പനീർ വാങ്ങിച്ചു. പനീർ മാത്രമല്ല, ഞാൻ കുറുക്കുറേ വാങ്ങിച്ചു. ഇതൊരു തഴുക്കി പോകുന്നത് എനിക്ക് തോന്നല്ല. എനിക്ക് ആ കാര്യത്തിൻ്റെ തീരെ ഡിസിപ്ലില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, കുറുക്കുറ കഴിച്ചിട്ട് അപ്പം തന്നെ ജിമ്മിൽ പോയിട്ട് ആ കലോറിയൊക്കെ ബേൺ ചെയ്ത് തരണം. അയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയപ്പോൾ മെഗ്ഡീൻ്റെ നല്ല ഹൈ കലോറിയുള്ള മിൽക്ക് ഷേക്ക് കുടിച്ചോണ്ടിരിപ്പുണ്ട് ട്രെഡ്മില്ലിൽ. അതായത് ഒരേ സമയം കലോറി കയറുന്നുണ്ട്, അതേ കലോറി ഇറങ്ങി പോകുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് കൂൾ, യു നോ. എനിവേസ് പനീർ നമുക്ക് 2 രീതിയിൽ സ്റ്റോർ ചെയ്യാം.
രണ്ട് രീതിയിലുള്ള പല രീതിയിൽ സ്റ്റോർ ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ ഇത് കട്ട് ചെയ്ത് മസാല മിക്സ് ചെയ്ത് ബൗളിലാക്കാം, ഇല്ലെങ്കിൽ അടുത്തൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ അടുത്തൊന്നും എടുക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനിത് നേരെ ഫ്രീസറിൽ കയറ്റാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത് ലൈക്ക് 2 to 3 ഡേയ്സിൽ നിങ്ങളിത് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ. ഗുഡ് മോർണിംഗ്. ഞാൻ എണീക്കായി പോയി. ഇറ്റ്സ് 12 PM ആഫ്റ്റർനൂൺ. വേറെ കൊണ്ടല്ല, രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല ബിക്കോസ് ഓഫ് മൈ എക്സ്ട്രീം പീരീഡ്സ്. എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്താ പീരീഡ്സിന് ഈ ഇത് കുറയാൻ ചെയ്യണേന്ന്. എനിക്ക് മരുന്ന് ഒഴിച്ച് വേറെ നമ്മുടെ ടിപ്സ് ഒന്നുമില്ലേ, എനിക്ക് വർക്കൗട്ട് ആവാറില്ല. ആൻഡ് എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് എന്താ പറയുക, ഈ നിലത്തിരിക്കാൻ പറ്റില്ല, അത്രയും വേദനയാണ്. ഹോട്ട് ബാഗ് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഞാൻ ലൈക്ക് വിസ എല്ലാം ശരിയായി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ പെട്ടിയിലേക്ക് വെച്ചത് എൻ്റെ ഹോട്ട് ബാഗാണ്. കാരണം എനിക്കറിയാം എനിക്ക് ഇവിടെ അത് കിട്ടുമോ എന്ന് റിസ്ക് എടുക്കാൻ പോലും ഞാൻ നിന്നില്ല. സോ യാ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ കാരണം തീരെ പറ്റിയിട്ടല്ല, ബട്ട് സമൺ ഈസ് കമ്മിങ് ടു ആ ഹോം. ആരായിരിക്കും ഇന്നലെ കണ്ട ആള് തന്നെ. യെസ്, അനുചേച്ചി ഈസ് കമ്മിങ് വിത്ത് ഹെർ ഡൈസൺ. ഓ മൈ ഗോഡ്. എനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റുമായിരുന്നു, ഞാൻ എടുത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഡൈസൻ്റെ സ്റ്റോറിൽ പോയി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ബിക്കോസ് ഡൈസൻ്റെ സ്റ്റോറിൽ പോകണം. ഈവൻ അവർ നമുക്കൊരു വർക്ക്ഷോപ്പ് തന്നെ തരുന്നുണ്ട്, ലൈക്ക് ഹൗ ടു ഡൂ ദിസ് ആൻഡ് ഓൾ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒത്തൻറ്റിസിറ്റിയിൽ അത് പോയി വാങ്ങണം. ആൻഡ് ഓൾസോ നമുക്കിങ്ങനെ പേരൊക്കെ എഴുതി കിട്ടുമല്ലോ, അതൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ഇതാക്കാതിരുന്നത്. മീഡിയ മാർക്കറ്റിൽ നമ്മൾ പോവാ സാധനം വാങ്ങാൻ വരിക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 60,000 രൂപയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ നമ്മളിതൊക്കെ വാങ്ങിച്ചാൽ. എനിവേസ്, അനുചേച്ചി ജോലിക്കാരി ആയതുകൊണ്ടും റിച്ച് ആയതുകൊണ്ടും അനുചേച്ചി അത് വാങ്ങിച്ചു. പിന്നെ അവിടെ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് എനിക്ക് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കുന്ന കളർ അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, വെറുതെ പറയാമെന്ന് മാത്രം. യാ, അപ്പോൾ എനിവേസ് അപ്പം അനുചേച്ചി ഈസ് കമ്മിങ് വിത്ത് ഡൈസൺ. അനുചേച്ചിക്ക് ഇതിനെ പറ്റി A to Z അറിയില്ല. അനുചേച്ചിൻ്റെ ജനിക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങളിവിടെ വന്നിട്ട് വേണം ഇരുന്ന് നോക്കാൻ ഇതെങ്ങനെയാണ് കുത്തണേ പറിക്കണേന്നൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. Look who's bought a Dyson, guys. അനുചേച്ചി എന്ത് തോന്നുന്നു? ആ പൊട്ടിക്ക് ഒരു മെമ്മറി അല്ലേ? വിത്ത് പെട്ടി. അപ്പൊ പെട്ടിയിൽ പേര് എഴുതുന്നതാണ് അവിടെ ഉള്ളൂ. ആ നമുക്ക് മറ്റെടുത്തും ചെയ്യാം. Oh my God. Push. Push it. Oh my God. എന്ത് തോന്നുന്നു കുട്ടി? ഫൈനലി ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പഠിക്കണം ഗൈസ്. ഈ പെട്ടിയിലാണ് നമ്മൾ ഈ സാധനം വിചാരിച്ചല്ലോ. പെട്ടി എന്നെ ഇങ്ങനെ കണ്ടാക്കോ തോന്നി ഇങ്ങനെയാണോ മനസ്സിലാവില്ല, കണ്ണാടി കണ്ട മനസ്സിലാവും. ഞങ്ങൾ ബിഗിനേഴ്സാണ് ഗൈസ്. കുഴപ്പമില്ല. Subscribe. എവലോ നമ്മളെങ്ങടാ പോണേ? വീട് നോക്കാൻ. ആർക്ക്?
du die India und Pakistan Match gesehen? Nein. Was willst du über das Match sagen? Ich habe das gesehen. Ja, das in der Wohnung haben wir gemacht. Macht er auch Videos? എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. കുറച്ച് ഷോപ്പിംഗ് അല്ല, ഞാൻ വേറൊരു കാര്യത്തിൽ പോയതാണ്. എനിവേസ് ലാക്ടോസ് ഇൻടോളറൻറ്റ് മിൽക്ക് കുക്കീസ്, ബട്ടർ കുക്കീസ്, പിന്നെ ക്യാപിച്ചിനോ. ഇവിടെ വരുന്നവർക്ക് ഈ ക്യാപിച്ചിനോൻ്റെ ഒക്കെ ഒരു ഫിൽട്ടർ കോഫീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഈ ആയിൻ്റെ, അതായത് റവയിൽ നിന്ന് കിട്ടുന്ന ഈ ആയിൻ്റെ ക്യാപിച്ചിനോ പൗഡർ വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഈ ഒരു കവർ വാങ്ങിച്ച് 50 സെൻറ്റ്. 50 സെൻറ്റ് എന്ന് വെച്ചാൽ നാട്ടിൽ പൈസ വെച്ച് കമ്പയർ ചെയ്തൊരു കാര്യമില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം 50 സെൻറ്റ് എന്ന് വെച്ചാൽ 50 രൂപ. അപ്പോൾ എപ്പോഴും പോകുമ്പോൾ കൂടെ ഒരു കവർ കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും ഗൈസ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാനൊരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ നിലയിൽ പോയിട്ട് ഷോപ്പ് ചെയ്യരുത്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ പൊതുവെ സാധനം എടുക്കാതിരുന്നേ, കവർ എടുക്കാതിരുന്നേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ക്യാപിച്ചിനോ പുൾവർ, പൗഡറിൻ്റെ പുൾവർ എന്നാണ് ജർമ്മനിൽ പറയുന്നത്, പുൾവർ വാങ്ങേണ്ടി വന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും